ടി എച്ച് മോർഗൻ്റെ രണ്ടാമത്തെ ക്രോസാണ് പാരൻ്റൽ ജനറേഷനിൽ വേറെ 2 ഫീച്ചേഴ്സാണ് എടുത്തത്. അതെടുത്തത് വൈറ്റ് ഐഡ് ഡ്രോസോഫില്ല വിത്ത് മിനിയേച്ചർ വിങ്സ്. മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ വിങ്സ്, സാധാരണ വിങ്ങിനേക്കാളും വളരെ ചെറിയ, മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫോം. സോ മിനിയേച്ചർ വിങ്ങുള്ള അതുപോലെ വൈറ്റ് ഐഡ് ആയിട്ടുള്ള ഡ്രോസോഫില്ല, അത് ഫീമെയിൽ. അതിനെ മെയിൽ റെഡ് ഐ ഉള്ള നോർമൽ വിങ്സ് ഉള്ള ഡ്രോസോഫില്ല. ഇത് വൈൽഡ് ടൈപ്പും ഇത് മ്യൂട്ടൻ്റ് വെറൈറ്റിയുമാണ്. സോ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ങുള്ള ഫീമെയിൽ ഡ്രോസോഫില്ലിനെ റെഡ് ഐ ഉള്ള നോർമൽ വിങ്ങുമായിട്ടുള്ള വൈൽഡ് ടൈപ്പായിട്ടുള്ള മെയിൽ ഡ്രോസോഫില്ലയായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത് F1 നേരത്തെ നമ്മുടെ മെൻ്റലിന് കിട്ടിയ പോലെ, അല്ലെങ്കിൽ ടി എച്ച് മോർഗൻ്റെ നേരത്തെ പറഞ്ഞ ക്രോസ് 1 കിട്ടിയ പോലെ തന്നെ F1 അതുപോലെ തന്നെയാണ് സെക്സ് മാറുകയാണ് ചെയ്തത്. നോക്കിയേ, F1 റെഡ് ഐ നോർമൽ വിങ്സ് അവിടെ എന്തായിരുന്നു, മെയിലായിരുന്നു എന്നുണ്ടെങ്കിൽ F1 അത് ഫീമെയിൽ ആയിരുന്നു. സോ വൈൽഡ് ടൈപ്പ് ഫീമെയിലും അതുപോലെ നേരെ തിരിച്ച് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ങുള്ള മെയിലും കിട്ടി. നമ്മുടെ ക്രോസ് 1 കണ്ട പോലെ തന്നെ ക്രോസ് 2 ആ സെക്സ് മാത്രം മാറി. സോ ഈ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ് എന്നുള്ളത് ഫീമെയിൽ എന്നുള്ളത് മെയിലും, റെഡ് ഐ നോർമൽ വിങ് എന്നുള്ള മെയിൽ എന്നുള്ളത് ഫീമെയിൽ ആയിട്ടുള്ള F1 ഓഫ്സ്പ്രിംഗ് ആണ് കിട്ടിയത്. എന്നിട്ട് ഈ F1 ഓഫ്സ്പ്രിങ്ങിൽ അഥവാ പ്രോജനിനെ തമ്മിൽ ഇൻ്റർക്രോസ് ചെയ്തപ്പോൾ F2 ജനറേഷനിൽ കിട്ടിയത് നോക്കി എന്താണെന്ന്, റെഡ് ഐ നോർമൽ വിങ് നമ്മുടെ വൈൽഡ് ടൈപ്പ്, അതുപോലെ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ് നമ്മുടെ പാരൻ്റൽ കോമ്പിനേഷനാണിത്. റെഡ് ഐ നോർമൽ വിങ്, വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്, അങ്ങനെ ഒരു പാരൻ്റൽ കോമ്പിനേഷൻ 62.8% പാരൻ്റൽ ഫിനോടൈപ്പ് കിട്ടി. എന്നാൽ വേറൊരു കോമ്പിനേഷനും കൂടി പാരൻ്റൽ നേരത്തെ നമുക്ക് കിട്ടിയത് ഓർമ്മയുണ്ട്, 98.7 ആണ് ക്രോസ് 1 കിട്ടിയത്. സോ ക്രോസ് 2 ഈ പറഞ്ഞ പാരൻ്റൽ കോമ്പിനേഷൻ 62.8% കിട്ടി. അതേസമയം വൈറ്റ് ഐഡ് നോർമൽ വിങ്, ഈ പറഞ്ഞ വൈറ്റ് ഐഡും നോർമൽ വിങ്ങും അങ്ങനത്തെ ക്രോസ് വന്നു. അതുപോലെ റെഡ് ഐ മിനിയേച്ചർ വിങ്, ഈ റെഡ് ഐയും ഈ മിനിയേച്ചർ വിങ്ങും. സോ ഇങ്ങനത്തെ ക്രോസിങ് വന്നു. സോ അങ്ങനെയുള്ള കോമ്പിനേഷൻ കിട്ടിയത് നോക്കി 37.2 ആണ്. സോ പാരൻ്റൽ കോമ്പിനേഷൻ 62.8ഉം റിക്കോംബിനൻ്റ് ഫിനോടൈപ്പ് 37. സോ ക്രോസ് 1 കാണിച്ചേക്കാളും കൂടുതൽ റീകോംബിനൻ്റ് ടൈപ്പ് കണ്ടു നമ്മുടെ ഈ ക്രോസ് 2. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറഞ്ഞ ഇവിടെ ജീനുകൾ ഏതായിരുന്നു, Wയും Mഉം ആണ്. സോ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ W ആൻഡ് M, 2 ജീനുകൾ വൈറ്റ് ഐ എന്ന് പറഞ്ഞ ജീനും മിനിയേച്ചർ വിങ്സിൻ്റെ ജീനും തമ്മിലുള്ള ആ ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു, ലെസ്സർ. സോ തമ്മിൽ അസോസിയേഷൻഷിപ്പ്, ഈ Wയും Mഉം തമ്മിലുള്ള ജീനുകളുടെ അസോസിയേഷൻഷിപ്പ് ഒരു ക്രോമസോമിൽ കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ കുറവായതുകൊണ്ട് ഹൈ റീകോമ്പിനേഷൻ നടന്നു. അങ്ങനെയാണ് പാരൻ്റൽ ഫിനോടൈപ്പിൻ്റെ പോലെ തന്നെ അടുത്ത് തന്നെ ഒരു റീകോംബിനൻ്റ് ടൈപ്പും നമ്മുടെ ക്രോസ് 1 കൂടുതൽ കിട്ടിയത്. സോ ക്രോസ് 1 നമ്മൾ പറഞ്ഞത് എന്താണ്, Y ആൻഡ് W തന്ന 2 ജീനുകളായിരുന്നു, യെല്ലോ ബോഡി ആൻഡ് വൈറ്റ് ഐഡ്. ഈ 2 Y ആൻഡ് W തമ്മിലുള്ള ജീനുകളുടെ ആ ഒരു ലിങ്കേജ്, ലിങ്കേജ്, ഈ Y ആൻഡ് W ജീനുകൾ ഭയങ്കര അടുത്തായിരുന്നു, ക്ലോസ്ലി അസോസിയേഷൻഷിപ്പായിരുന്നു. സോ അവർ തമ്മിലുള്ള സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് കൂടുതലായിരുന്നു. ക്രോസ് 1 ഈ 2 ജീനുകളുടെ അസോസിയേഷൻഷിപ്പ് കൂടുതലായിരുന്നു, അതായത് ലിങ്കേജ് കൂടുതലായിരുന്നു, സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് സ്ട്രോങ്ങർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലിങ്കേജ് കൂടുതലായതുകൊണ്ട് എന്താണോ ആ ക്രോമസോമിലുള്ള ജീനുകൾ അങ്ങനെ തന്നെ ഇൻഹെറിറ്റഡ് ആയി വന്നു. സോ 98.7 പാരൻ്റൽ ഫിനോടൈപ്പാണ് ലിങ്കേജ് കൂടുതലായതുകൊണ്ട് കിട്ടിയത് ക്രോസ് 1. അതേസമയം റീകോംബിനേഷൻ റേറ്റ് വളരെ കുറവായിരുന്നു, 1.3%. സോ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് കൂടിക്കഴിഞ്ഞാൽ പാരൻ്റൽ ഫിനോടൈപ്പ് കൂടുതൽ കിട്ടുകയും റീകോംബിനൻ്റ് ഫിനോടൈപ്പ് കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ക്രോസ് 2 നമ്മൾ കണ്ടത് W ആൻഡ് M ജീനുകളാണ്. ആ W ആൻഡ് M ജീനുകൾ അവിടെ ലിങ്കേജ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പാരൻ്റൽ ഫിനോടൈപ്പ് 62.8%ഉം റീകോംബിനേഷൻ റേറ്റ് കൂടുകയും ചെയ്തു, 37.2. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രോസ് 1ഉം ക്രോസ് 2ഉം എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ 2 ജീനുകൾ, ഈ ക്രോസ് 1 ജീനുകളും ക്രോസ് 2 ജീനുകളും നോക്കി കഴിഞ്ഞാൽ ക്രോസ് 1 ജീനുകൾക്ക് കൂടുതൽ ലിങ്കേജ് ഉണ്ടാവുകയും റീകോംബിനേഷൻ റേറ്റ് കുറയുകയും ചെയ്യും.
പാരൻ്റൽ ഫീനോടൈപ്പ് കൂടി. അതേസമയം ക്രോസ് 2-ൽ ആ ജീനുകൾ തമ്മിൽ ലിങ്കേജ് കുറവായിരുന്നു, അസോസിയേഷൻഷിപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് പാരൻ്റൽ ഫീനോടൈപ്പിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവായിട്ട് റീകോമ്പിനൻ്റ് റേറ്റ് കിട്ടി. സോ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റീകോമ്പിനൻ്റ് റേറ്റ് ക്രോസ് 1-ൽ കുറയും, ഇവിടെ റീകോമ്പിനേഷൻ റേറ്റ് കൂടുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താ? അസോസിയേഷൻഷിപ്പ് ജീനുകൾ തമ്മിൽ കൂടുന്തോറും അവിടെ റീകോമ്പിനേഷനുള്ള സാധ്യത കുറയുകയും പാരൻ്റൽ ഫീനോടൈപ്പ് കൂടുകയും ചെയ്യുന്നു. അതേ സമയം ജീനുകൾ തമ്മിലുള്ള ലിങ്കേജ് കുറയാണെങ്കിൽ, ലൂസ്ലി അസോസിയേറ്റഡ് ആണെങ്കിൽ അവിടെ പാരൻ്റൽ ഫീനോടൈപ്പ് ഉണ്ടാവും. എന്നിരുന്നാലും റീകോമ്പിനൻ്റ് ഫീനോടൈപ്പ് കൂടുതലായിട്ട് വരാൻ തുടങ്ങും. സോ ലിങ്കേജ് കുറവാണെങ്കിൽ മാത്രമേ ലെസ് ലിങ്കേജ് ആണെങ്കിൽ മാത്രമേ മോർ റീകോമ്പിനേഷൻ നടക്കുള്ളൂ. ലിങ്കേജ് കൂടുതലാണെങ്കിൽ റീകോമ്പിനേഷൻ റേറ്റ് കുറവാണ്. സോ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനാണെങ്കിൽ ലോ റീകോമ്പിനേഷനും, ലൂസ്ലി അസോസിയേറ്റഡ് ജീനാണെങ്കിൽ മോർ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കിട്ടും. ഇതാണ് ആ ലിങ്കേജും റീകോമ്പിനേഷൻ തമ്മിലുള്ള കണക്ഷൻ.